ആരതിമോളുടെ സുഹൃത്ത് അല്ലേ? ആ അതെ സ്വാമിജി. പേര് സച്ചിദാനന്ദൻ. ഓ, സത്യബോധത്തിന്റെ ആനന്ദരൂപമായ നാമമാണ് നിന്റേത്. ഇവിടെ വരെ വന്നിട്ടും എന്തേ അകത്തേക്ക് വന്നില്ല? ഞാൻ വിളിച്ചതാ സ്വാമിജി. അപ്പൊ കാറിൽ തന്നെ വെയിറ്റ് ചെയ്തോളാന്ന് പറഞ്ഞു. ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കാലം കുറയായില്ലേ? സ്വാമിജി ക്ഷമിക്കണം, ഞാൻ മനഃപൂർവ്വം വരാതിരുന്നതല്ല. ഓരോ കണ്ടുമുട്ടലിന്റെയും മുഹൂർത്തം കാലം നിശ്ചയിക്കുന്നതാ. സമയമാവാതെ ആ മുഹൂർത്തത്തിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് പറ്റില്ല. അതും നിയോഗം. സ്വാമിജി പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ അതിനുള്ള സമയമായില്ലെന്ന്. ആവുമ്പോ എല്ലാം സ്വയം മനസ്സിലായിക്കോളും. ലക്ഷണം കൊണ്ട് ഒരു ഡ്രൈവറുടെ മുഖവും ശരീരഭാഷയല്ല. ഈ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായില്ല അല്ലേ? ഇല്ല സ്വാമിജി, ആദ്യം വേറെ ജോലിയായിരുന്നു, പിന്നെയാ വണ്ടി ഓടിക്കാൻ തുടങ്ങിയത്. വരൂ, ഇരിക്ക. ഇരിക്ക. പാണ്ഡവർക്ക് 12 വർഷം വനവാസം, പിന്നൊരു വർഷം അജ്ഞാതവാസം. ശ്രീരാമന് 14 വർഷം. താനിപ്പോ 10 സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. വനവാസം പോയി, ഇത് അജ്ഞാതവാസകാലമാ. രാജാധികാരവും സമ്പത്തും തിരിച്ചു വരാനുള്ള സൂചനകൾ കാണുന്നുണ്ട്. അയ്യോ, ഞാൻ സച്ചിയെ കുറിച്ചൊന്നും സ്വാമിജിയോട് പറഞ്ഞു കൊടുത്തിട്ടില്ല. വെറുതെ എന്നെ നോക്കണ്ട. വലിയ ഉയർച്ചയിൽ നിന്ന് താഴേക്ക് വീണപ്പോ നഷ്ടങ്ങൾ ഒരുപാടുണ്ടായി അല്ലേ? അതെ സ്വാമിജി. മനുഷ്യനെ ഉയരങ്ങളിലേക്ക് ഉയർത്തുന്ന സമ്പത്ത് ഒരു നിമിഷം കൊണ്ട് അതേ മനുഷ്യനെ ശൂന്യതയിലേക്ക് തള്ളുകയും ചെയ്യും. അത് വിധിയുടെ ഒരു ക്രമമാണ്. നമുക്കത് തടയാനാവില്ല. എന്നാൽ കാലം തന്നെ അത് തിരിച്ചുകൊണ്ടുവരികയും ചെയ്യും. സ്വാമിജി, ഞാൻ എന്തായാലും സച്ചിയെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ സന്തോഷം. അടുത്ത തവണ വരുമ്പോ അകത്തേക്ക് വരണം. സച്ചി, വനവാസം എന്നത് ഒരു ഇടവേള മാത്രമാ, അവസാനമല്ല. സ്ഥാനാരോഹണം വീണ്ടും നടക്കും. കാലം മൂടിവെച്ച സത്യത്തിന്റെ കഥ പൈങ്കിളി പാടാൻ തുടങ്ങുന്നതേ ഉള്ളൂ.